നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബംഗളൂരുവിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഞാങ്ങാട്ടിരി സ്വദേശി മരിച്ചു. ലോറി ഡ്രൈവർ ഞാങ്ങാട്ടിരി താഴത്തേതിൽ 26 വയസ്സുള്ള മുഹമ്മദ് മുബാറക്കാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ നവംബർ 4-ന് രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. തമിഴ്നാട് നിന്നും ബംഗളൂരുവിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഹെവി ലോറിയുടെ ഡ്രൈവറായ മുബാറക്ക് ബംഗളൂരിൽ വെച്ച് ആക്രമണത്തിനിരയാവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന വിവരം അറിഞ്ഞ ബംഗളൂരു പോലീസ് സമീപമുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടിൽ നിന്നുമെത്തിയ ബന്ധുക്കളും ബംഗളൂരുവിലെ സുഹൃത്തുക്കളും ചേർന്ന് ബംഗളൂരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്നും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സുലൈമാൻ പിതാവും സൽമ ഉമ്മയുമാണ്. തസ്ലീമ, പരേതനായ സൈനുൽ ആബിദ എന്നിവർ സഹോദരങ്ങളാണ്. CCTV ന്യൂസ്, തൃത്താല. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജുള്ള ഉദ്യോഗസ്ഥൻ രാത്രി പരിശോധനയ്ക്ക് കയറിയത് പ്രതിഷേധത്തിനിടയാക്കി. ഞായറാഴ്ച രാത്രിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജുള്ള ഷൺമുഖൻ പഞ്ചായത്ത് ഓഫീസിലെ ഫയലുകൾ പരിശോധിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ആൾപെരുമാറ്റം കണ്ട് നാട്ടുകാർ നോക്കിയപ്പോഴാണ് ഉദ്യോഗസ്ഥനായ ഷൺമുഖനെ കാണുന്നത്. നിലവിൽ പഞ്ചായത്തിലെ 6-ാം വാർഡ് മെമ്പർ PA ഷാനവാസിനെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ട വ്യക്തി കൂടിയാണ് ഷൺമുഖൻ. അതുകൊണ്ട് തന്നെ രാത്രിയുള്ള ഓഫീസ് പരിശോധനയിൽ ഉദ്യോഗസ്ഥനെതിരെ ആരോപണവും ശക്തമായി. രേഖകൾ തിരിമറി നടത്തുകയാണ് ലക്ഷ്യമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ലക്ഷ്മണൻ ആരോപിച്ചു. പാതിരാത്രി പഞ്ചായത്തിൽ വാതിലടച്ചിട്ട് എന്താ പരിപാടി നമുക്കറിയാം. ഞായറാഴ്ച 8 മണി പാതിരാത്രിയല്ല. അതേസമയം ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ ഇയാൾ കൃത്യമായ മറുപടി നൽകിയില്ല. തുടർന്ന് തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോഴും പരിശോധനയെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു അധികൃതരുടെ മറുപടി. സംഭവത്തിൽ UDF പ്രതിഷേധ പ്രകടനം നടത്തി. ഞായറാഴ്ച പാതിരാത്രി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് പിൻവലിച്ചു. എന്നാൽ ഒരു വിഭാഗം താൽക്കാലിക ജീവനക്കാർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിച്ചു. കേരള കലാമണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം 134 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ മന്ത്രി സജി ചെറിയാനും വൈസ് ചാൻസലർ AP രാധാകൃഷ്ണനും ഞായറാഴ്ച നടത്തിയ ചർച്ചയിൽ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. രാത്രിയോടെ ഉത്തരവ് തിരിച്ചെടുക്കുകയും ചെയ്തു. ഇതോടെ ഒരു വിഭാഗം ജീവനക്കാർ തിങ്കളാഴ്ച കലാമണ്ഡലത്തിലെത്തി ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരള കലാമണ്ഡലത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ട് ഒരു അറിയിപ്പ് വന്നു. എല്ലാ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊരു അറിയിപ്പ് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി അതുപോലെ നമ്മുടെ MLAയും MP ഒക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വന്നിട്ടുള്ള അറിയിപ്പ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ന്യൂസ് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രജിസ്ട്രാറിൻ്റെ നിർദ്ദേശപ്രകാരം എന്നാൽ തിരിച്ചെടുക്കുന്നതിനെ സർക്കുലർ ഇറക്കിയില്ലെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ആരോപിച്ചാണ് 60ഓളം അധ്യാപകർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിച്ചത്. തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് സർക്കുലർ ഇറക്കാത്ത പക്ഷം ആരും ജോലിയിൽ പ്രവേശിക്കില്ലെന്ന് അധ്യാപകർ വ്യക്തമാക്കി. 3 ദിവസത്തെ സമരം പ്രഖ്യാപിച്ചാണ് ഇവർ മാറി നിൽക്കുന്നത്. വിവേക്, പൂജ, സന്തോഷ്, ബിന്ദു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പട്ടാമ്പി നഗരസഭ കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിൽ 5 സ്റ്റാർ പട്ടാമ്പി ജേതാക്കളായി. ലക്കി സ്റ്റാറിനെയാണ് എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയത്. പട്ടാമ്പി നഗരസഭാ കേരളോത്സവത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ 2ാം തവണയും 5 സ്റ്റാർ പട്ടാമ്പി ജേതാക്കളായി. കഴിഞ്ഞ തവണ പാലക്കാട് ജില്ലയിൽ നിന്നും ജില്ലാ ചാമ്പ്യന്മാരായും സംസ്ഥാന തലത്തിൽ സെമിഫൈനൽ വരെ എത്തുവാനും ഈ ടീമിന് സാധിച്ചിരുന്നു. ഇത്തവണയും ഇവർ തങ്ങളുടെ വിജയ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുകയാണ്. 38 ടീമുകളാണ് ഇത്തവണ കേരളോത്സവത്തിൽ പങ്കെടുത്തത്. എതിരില്ലാത്ത ഒരു ഗോളിന് ലക്കി സ്റ്റാർ പട്ടാമ്പിയെയാണ്
5 സ്റ്റാർ പട്ടാമ്പി തോൽപ്പിച്ചത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം 5 സ്റ്റാർ ടീമിലെ ഷമീം കരസ്ഥമാക്കി. ഫൈനൽ മത്സരത്തിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം 5 സ്റ്റാറിലെ സനു കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച ഫോർവേഡായി ഗിരീഷ് ലക്കി സ്റ്റാറിനെ തിരഞ്ഞെടുത്തു. ടൂർണമെന്റിലെ ഗോൾ കീപ്പറായി റഹീം സിത്വനി വടക്കുമുറിയെയും ടൂർണമെന്റിലെ എമർജിംഗ് പ്ലെയറായി ഷാലു ലിബർട്ടി ക്ലബിനെയും തിരഞ്ഞെടുത്തു. മികച്ച ഡിഫൻഡറായി 5 സ്റ്റാറിലെ ഷെഫീഖിനെയും തിരഞ്ഞെടുത്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി തുടങ്ങിയവർ സമ്മാനിച്ചു. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി പള്ളിപ്പുറത്ത് തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ടീം ജേതാക്കളായി. സഹകരണ വകുപ്പും സംസ്ഥാന സഹകരണ യൂണിയനും ചേർന്ന് സംഘടിപ്പിക്കുന്ന 71ാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചത്. പട്ടാമ്പി അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ഉച്ചഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു ദിവസം ഒരു സാംസ്കാരിക സദസ്സ് പോലെ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മൾ നടത്തും. അടുത്ത സഹകരണ വാരാഘോഷം കൂടുതൽ ഗംഭീരമായി നടത്താൻ കഴിയട്ടെ എന്ന് ആദ്യമായി സൂചിപ്പിക്കുന്നു. പള്ളിപ്പുറം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വിവിധ ബാങ്കുകളിൽ നിന്നായി 5 ടീമുകൾ തിരുവാതിരക്കളി മത്സരത്തിൽ പങ്കെടുത്തു. 1ാം സ്ഥാനം ആതിഥേയരായ പള്ളിപ്പുറവും 2ാം സ്ഥാനം പട്ടാമ്പി SCBയും നേടി. പട്ടാമ്പി സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ EP ശിവശങ്കരൻ, കൊപ്പം ബാങ്ക് വൈസ് പ്രസിഡന്റ് A ബാലകൃഷ്ണൻ, സഹകരണ ഇൻസ്പെക്ടർ V സുനിൽ, സെയിൽ ഓഫീസർ K മധു, പള്ളിപ്പുറം ബാങ്ക് സെക്രട്ടറി VT ചന്ദ്രിക, വിവിധ ബാങ്കുകളിലെ ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തയിലേക്ക്. യേശുദേവന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ചുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്രൈസ്തവ വിശ്വാസികളുടെ 25 നോമ്പ് അനുഷ്ഠാനത്തിനും തുടക്കമായി. ഡിസംബർ പിറന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പള്ളികളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങും. പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും ഒരുക്കിയാണ് തിരുപ്പിറവി ആഘോഷിക്കുക. 25 ദിവസത്തെ ക്രിസ്മസ് നോമ്പ് ഞായറാഴ്ച തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിവിധങ്ങളായ ശുശ്രൂഷകളും നടക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉണ്ണിയേശുവിന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ചുള്ള ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമായി. MPPM സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കരോൾ ആഘോഷം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കരോളിൽ അണിചേർന്നു. വീടുകളിലെത്തി ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പമാർ മധുര വിതരണവും നടത്തി. പള്ളിക്ക് കീഴിലുള്ള 11ഓളം കുടുംബ യൂണിറ്റുകളിൽ കരോളുകൾ വിവിധ ദിവസങ്ങളിൽ വീടുകളിലെത്തും. കരോളിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, PTA പ്രസിഡന്റ് ബിജു PT, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ KC ആന്റണി, പ്രധാനാധ്യാപിക ഷീന മിൽട്ടൺ, സ്റ്റാഫ് സെക്രട്ടറി ജിനു വിനു, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന പാരാ അത്ലറ്റിക് മീറ്റിൽ 2 സ്വർണം ഉൾപ്പെടെ 3 മെഡലുകൾ നേടിയ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉസൈനെ സ്കൂളിൽ വെച്ച് അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ P മുഹമ്മദ് ഉനൈസാണ് സംസ്ഥാന പാരാ അത്ലറ്റിക് മീറ്റിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. 2 സ്വർണം ഉൾപ്പെടെ 3 മെഡലുകളാണ് മീറ്റിൽ മുഹമ്മദ് ഉനൈസ് സ്വന്തമാക്കിയത്. മുഹമ്മദ് ഉനൈസിനാണ് സ്കൂളിൽ
അനുമോദനം ഒരുക്കിയത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഒതുങ്ങിക്കൂടുന്ന നല്ല സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഒരു ആരോടും അത്ര സംസാരിക്കാത്ത ഒരു വ്യക്തിത്വം. ഇവരത് ഞങ്ങൾ എന്താ പറയാ, എന്റെ വാർഡിലും കൂടി ഉൾപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഞാൻ ചെറുതിലേക്ക് കണ്ടിട്ടുള്ള ചിരിച്ചങ്ങനെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോഴും ആ ചിരി നല്ല പുഞ്ചിരിയാണ് അവന്റെ അല്ലെ. അതിൽ എന്ത് ഭംഗി അവിടെ പുറത്തേക്ക് നോക്കുമ്പോ ആ പുഞ്ചിരി ഇപ്പൊ അവൻ എല്ലാരെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾക്കൊക്കെ ആ പുഞ്ചിരി സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മള് അവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നത് അല്ലെ. നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മുടെ പട്ടാമ്പി സ്കൂളിന്റെ ഒരു അഭിമാന താരമായി, ഒരു വേഗത്തിന്റെ താര രാജാവായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഉനൈസിന് നാഷണൽ ലെവലിൽ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവൻ ടീച്ചർ ആദ്യം വിളിച്ചു. ഉനൈസ് നാഷണൽ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 100 മീറ്ററിൽ സ്വർണം, 400 മീറ്ററിൽ സ്വർണം നേടി, ലോങ് ജമ്പില് വെള്ളി നേടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ അവന് അഭിനന്ദനങ്ങൾ നേർന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഉനൈസും എന്നെ നേരിട്ട് വിളിച്ചു, ചേച്ചി എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ട് 100 മീറ്ററിലും 400 മീറ്ററിലും എന്ന് പറഞ്ഞ അവൻ എന്നോട് നന്ദി കൂടി അറിയിക്കേണ്ടായത്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ സി സംഗീത ഉപഹാരം സമ്മാനിച്ചു. PTA പ്രസിഡന്റ് CA റാസി മൊമന്റോ നൽകി. പ്രിൻസിപ്പൽ K വിജയൻ, MPTA പ്രസിഡന്റ് PG ബിനി, അബ്ദുൽ ഹക്കീം, സമീറ, സലീന, P കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുഹമ്മദ് ഉനൈസ് മറുപടി പ്രസംഗവും നടത്തി. മേഴത്തൂർ മുലയമ്പറമ്പത്തുകാവ് ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മേഴത്തൂർ മുലയമ്പറമ്പത്ത് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി നേതൃത്വം നൽകി. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് 4-ന് കുന്നത്തുകാവ് ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു. രാത്രി 8-ന് തായമ്പക, തുടർന്ന് അയ്യപ്പൻ പാട്ട് എന്നിവ ഉണ്ടായി. പുലർച്ചെ പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനൽച്ചാട്ടം എന്നിവയും നടന്നു. ഞാങ്ങാട്ടിരി വിളക്ക് സംഘമായിരുന്നു വിളക്ക് പാർട്ടി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.